കാർഡിയക് CT ആൻജിയോഗ്രഫി ഹൃദയധമനികളിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ വളരെ ഫലപ്രദമായ മാർഗ്ഗമാണെങ്കിലും അതിലൂടെ ലഭിക്കുന്ന റേഡിയേഷനെക്കുറിച്ച് പലർക്കും ആശങ്കയുണ്ട്. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ ഈ ഭീഷണി ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. പഴയകാല CT സ്കാനുകളെ അപേക്ഷിച്ച് പുതിയ മെഷീനുകളിൽ റേഡിയേഷൻ അളവ് വളരെ കുറവാണ്. ഇപ്പോൾ മിക്ക സെൻറ്ററുകളിലും 1 മുതൽ 5 മില്ലി സീവേർട്ട് വരെ മാത്രമാണ് റേഡിയേഷൻ ഉപയോഗിക്കുന്നത്. ഇത് പ്രകൃതിദത്തമായ പശ്ചാത്തല റേഡിയേഷൻ, അതായത് നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഒരു വർഷം ലഭിക്കുന്ന അളവിന് തുല്യമോ അതിൽ കുറവോ ആണ്. റേഡിയേഷൻ ഡോസ് കുറയ്ക്കാൻ കുറേ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രോസ്പെക്റ്റീവ് ECG ഗേറ്റിംഗ്, ഹൃദയമിടിപ്പിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ, സാധാരണ ഡയസ്റ്റളി സമയത്ത് മാത്രം എക്സ്റേ നൽകുന്ന രീതിയാണിത്. ഇത് റേഡിയേഷൻ എക്സ്പോഷർ 70 മുതൽ 80% വരെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇറ്ററേറ്റീവ് റീകൺസ്ട്രക്ഷൻ, കുറഞ്ഞ റേഡിയേഷനിൽ ലഭിക്കുന്ന ചിത്രങ്ങളുടെ ഗുണമേന്മ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് വർദ്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ട്യൂബ് കറണ്ട് മോഡുലേഷൻ, രോഗിയുടെ ശരീരഘടന അനുസരിച്ച് എക്സ്റേയുടെ അളവ് സ്വയം നിയന്ത്രിക്കുന്ന രീതി. അതായത് മെലിഞ്ഞ രോഗിയാണെങ്കിൽ കുറച്ച് എക്സ്റേ മാത്രം ഉപയോഗിക്കുക. അപകട സാധ്യതയും പ്രയോജനവും, റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നമ്മൾ പറയും. ഏതൊരു മെഡിക്കൽ പരിശോധനയും പോലെ കാർഡിയാക് CTയിലും ഗുണദോഷങ്ങൾ തൂക്കി നോക്കേണ്ടതുണ്ട്. ഗുണം നോക്കിയാൽ ഹൃദയാഘാത സാധ്യത, അതായത് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത നേരത്തെ കണ്ടെത്താനും ഇൻവേസീവ് ആൻജിയോഗ്രാം, കത്തീറ്റർ ഉപയോഗിച്ചുള്ള പരിശോധന ഒഴിവാക്കാനും ഇതിലൂടെ സഹായിക്കുന്നു. അപകട സാധ്യത, ഒരു സ്കാൻ കൊണ്ട് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്, ഏകദേശം 2000-ൽ ഒരാൾക്ക് എന്ന കണക്കിൽ. എന്നാൽ അനാവശ്യമായി സ്കാനുകൾ ആവർത്തിക്കുന്നത് തീർച്ചയായും ഒഴിവാക്കണം. ഒരു സാധാരണ ഇൻവേസീവ് കൊറോണറി ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഏകദേശം അതേ അളവ് റേഡിയേഷൻ മാത്രമാണ് പലപ്പോഴും ആധുനിക CT ആൻജിയോഗ്രാഫിയിലും ലഭിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? ഡോക്ടർ നിർദ്ദേശിച്ചാൽ മാത്രം പരിശോധന നടത്തുക, വെറുതെ പോയിട്ട് അറിയാൻ വേണ്ടി നടത്തരുത്. പുതിയ മെഷീനുകൾ 64 സ്ലൈസ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള 128, 256, 320 സ്ലൈസ് സ്കാനറുകൾ ലഭ്യമായ സെൻറ്ററുകൾ തിരഞ്ഞെടുക്കുന്നത് റേഡിയേഷൻ കുറയ്ക്കാനും കൃത്യത കൂട്ടാനും സഹായിക്കും. വിവരങ്ങൾ പങ്കുവയ്ക്കുക. മുമ്പ് സ്കാനുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വിവരം ഡോക്ടറെ അറിയിക്കുക. അപ്പോൾ പിന്നീട് വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാമല്ലോ. ഗർഭിണികൾ ഈ പരിശോധന തീർച്ചയായും ഒഴിവാക്കണം. റേഡിയേഷൻ ചെറിയ തോതിൽ പോലും ഗർഭിണികൾ സ്വീകരിക്കുന്നത് നല്ലതല്ല. ചുരുക്കത്തിൽ, കൃത്യമായ ക്ലിനിക്കൽ കാരണങ്ങളാൽ നടത്തുന്ന CT ആൻജിയോഗ്രാഫി സുരക്ഷിതമാണ്. ഇതിലൂടെ ലഭിക്കുന്ന രോഗവിവരങ്ങൾ, ചികിത്സയിൽ നൽകുന്ന ഗുണഫലങ്ങൾ റേഡിയേഷൻ മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ അപകടത്തേക്കാൾ വളരെ കൂടുതലാണ്.